ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് പാർട്ടി നേതൃത്വം. സമ്മർദ്ദം ശക്തമായതോടെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് AICCയെ നിലപാട് അറിയിച്ചത്. അതേസമയം പാർട്ടിയും കൈവിട്ടതോടെ രാഹുൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറക്കരുതെന്നാണ് നേതൃത്വത്തിന്റെ താക്കീത്. വിവരങ്ങളുമായി വിനീഷ്, മിഥുൻ മുരളി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, AICC കൈവിട്ടു, KPCC കൈവിട്ടു. വിവിധ മഹിളാ സംഘടനകൾ രാഹുലിന്റെ രാജിക്ക് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. കോൺഗ്രസിലെ വനിതാ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കൂടെയുള്ളത് ഷാഫി പറമ്പിൽ മാത്രമാണ്. രാജിവെക്കാതെ നിവൃത്തിയില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്. തീർച്ചയായിട്ടും കടുത്ത സമ്മർദ്ദം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് MLA സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം നീങ്ങുന്നത്. പ്രധാനമായും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് AICC നേതൃത്വത്തിനോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നു, AICCയെ അറിയിച്ചിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് രാഹുലിനെതിരെ ഉയർന്ന ശബ്ദരേഖകൾ, അത് ഇനി അത്തരത്തിലുള്ള ശബ്ദരേഖകൾ അധികമായി വീണ്ടും പുറത്തേക്കെത്തിയാൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ സംസ്ഥാനത്ത് പ്രതികൂലമായി ബാധിക്കും. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു ശബ്ദരേഖയോ മറ്റൊരു സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളോ ഉയരുന്നതിന് മുന്നോടിയായി തന്നെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCCയിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് AICCയോട് മാറണമെന്ന ആവശ്യം അല്ലെങ്കിൽ MLA സ്ഥാനം രാഹുൽ രാജിവെച്ചേ മതിയാകൂ എന്ന സാഹചര്യം AICCയെ ബോധ്യപ്പെടുത്തുമ്പോഴും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ സംഘടനാ തലത്തിൽ KPCC അധ്യക്ഷൻ്റെ മുന്നിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ വിഭാഗം ഇപ്പോൾ എത്തിക്കുന്നത്. കാരണം നിലവിൽ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം നടത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള MLA രാജി എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കണ്ട എന്നതാണ് ഷാഫി പറമ്പിൽ വിഭാഗം പ്രത്യേകിച്ച് KPCC അധ്യക്ഷനെ അറിയിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും രാജിവെച്ചേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കൃത്യമായി തന്നെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൈവിട്ടതിന് പ്രധാന കാരണം നിലവിൽ തൻ്റെ പ്രതിച്ഛായയെങ്കിലും തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ തൻ്റെ ഏറ്റവും ആശ്രിതവത്സനായ രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറഞ്ഞേ മതിയാകൂ എന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന സാഹചര്യത്തെങ്കിലും രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്കൊക്കെ എത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ കാത്തിരിക്കുന്നത് രാഹുലിനെ ചൊല്ലി. ഇപ്പോൾ മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മിഥുൻ, പാർട്ടി നേതൃത്വം കൈവിട്ടതോടെ രാഹുൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി രാഹുൽ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചില ഒത്തുതീർപ്പുകൾക്കുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അത്തരത്തിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അത് വളരെ കൃത്യമായി നേതാക്കൾ മണത്തറിയുകയും രാഹുലിൻ്റെ ആ യാത്ര ക്യാൻസൽ ചെയ്യുകയുമായിരുന്നു. അങ്ങനെ പാർട്ടി നേതൃത്വം പൂർണ്ണമായും കൈവിട്ടതോടെ രാഹുലിന് രാജിയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ല. എന്താണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ? നീലിമ, രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്നു. മൗനമാണ്, പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 3 ദിവസമായി രാഹുലിൻ്റെ അടൂരി നെല്ലുമുകളിലുള്ള വീടിന് മുന്നിൽ മാധ്യമങ്ങളുണ്ട്. പ്രതികരണങ്ങൾ ആരായുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാഹുലിൻ്റെ അടുത്ത ചില സുഹൃത്തുക്കൾ മാത്രമാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇന്നലെ പുറത്തു പോകാനുള്ള ശ്രമം, പക്ഷേ അത് അവസാന നിമിഷം അവസാനിപ്പിച്ച് വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. രാജി സമ്മർദ്ദം ശക്തമാകുന്നു. പാർട്ടിയും കൈവിട്ടതോടുകൂടി കടുത്ത സമ്മർദ്ദത്തിൽ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞു കൂടുകയാണ് രാഹുൽ. AICCയും
ഒപ്പം KPCC പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ രാഹുലിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി പാർട്ടിക്കുള്ളിൽ രാഹുൽ തീർത്തും ഒറ്റപ്പെട്ട് മൗനിയായിട്ട് വീടിനുള്ളിൽ തന്നെ കഴിയുന്ന സാഹചര്യം ആണുള്ളത്. പാലക്കാട്ടേക്ക് പോകാൻ രാഹുലിന് തയ്യാറാകാത്ത സാഹചര്യം. പാലക്കാട് പ്രതിഷേധം ശക്തമാണ്. 5 ദിവസമായി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ട് ഇതിനിടയിൽ ഒരു തവണ മാത്രമാണ് പ്രതികരണം നടത്തിയത്. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി എത്തി തന്റെ വിശദീകരണങ്ങൾ അറിയിച്ചതിന് ശേഷം ഒളിച്ചോടിപ്പോയ രാഹുൽ പിന്നീട് ഒരു തവണ പോലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല. ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കാണാം എന്ന് രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചതിന് ശേഷം പിന്നീട് ഈ അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടം ആ വാർത്താ സമ്മേളനവും ഒഴിവാക്കുകയായിരുന്നു. കടുത്ത പ്രതിരോധത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ 2 അഭിപ്രായം ഉയർന്നു വരികയും അത് വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇമേജ് നിലനിർത്തുക എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ AICC നേതൃത്വത്തെ രാഹുലിന്റെ രാജിക്കായി അറിയിക്കുകയും ഏതായാലും മിഥുൻ, മുതിർന്ന നേതാക്കളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ മാത്രമാണ് ഇപ്പോൾ രാഹുലിനൊപ്പം നിൽക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.